ഹലോ നമസ്കാരം. സ്റ്റഡി സ്റ്റുഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി BA സെക്കൻഡ് സെമ്മിൻ്റെ സോഷ്യോളജി ഇൻ ഇന്ത്യ എന്ന പുസ്തകത്തിലെ ഫസ്റ്റ് ബ്ലോക്കിലെ രണ്ടാമത്തെ യൂണിറ്റിൻ്റെ എക്സാം ബേസ്ഡ് ആയിട്ടുള്ളൊരു ക്ലാസ് ക്വസ്റ്റ്യൻ ആൻസർ രൂപത്തിലാണ് ഇന്നത്തെ ക്ലാസ് നമ്മൾ നടത്തുന്നത്. അപ്പോൾ ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ നിങ്ങളുടെ കമൻറ്റുകൾ എഴുതി അറിയിക്കുക. പെയ്ഡ് നോട്ട്സ്, പെയ്ഡ് അസൈൻമെൻറ്റ്സൊക്കെ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ മലയാളത്തിലെ നോട്ട്സ് അസൈൻമെൻറ്റ്സൊക്കെ അസൈൻമെൻറ്റ്സ് ഇംഗ്ലീഷിലും ഉണ്ട്. അപ്പോൾ അതൊക്കെ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ മുൻ വീഡിയോസിലൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ അല്ലെങ്കിൽ വീഡിയോക്ക് ലാസ്റ്റിലോ ഒക്കെ എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുത്തിരുന്നു. ആ നമ്പറിൽ ബന്ധപ്പെടുകയാണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് തരാം കേട്ടോ. നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. അപ്പോൾ ഫസ്റ്റ് ബ്ലോക്കിൽ ഫസ്റ്റ് യൂണിറ്റ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വീഡിയോ ചെയ്തു. രണ്ടാമത്തെ യൂണിറ്റ് ബോംബെ ആൻഡ് ലക്നൗ സ്കൂൾസ് ഓഫ് സോഷ്യോളജി എന്നുള്ളതാണ്. അതായത് ബോംബെ ലക്നൗ ചിന്താധാരകൾ, സോഷ്യോളജിയുടെ വളർച്ചയിലെ ബോംബെ ലക്നൗ ചിന്താധാരകളെക്കുറിച്ചാണ്. അതിൽ 4 മാർക്കിന് അല്ലെങ്കിൽ 5 മാർക്കിന് ചോദിക്കാവുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യനാണ്. ഡിസ്ക്രൈബ് ദ കോൺട്രിബ്യൂഷൻസ് ഓഫ് ദ പയനിയേഴ്സ് ഓഫ് സോഷ്യോളജി ടു ഇന്ത്യൻ അക്കാഡമിക് ഡിസിപ്ലിൻ. ഇന്ത്യൻ അക്കാദമിക വിഷയമായ സാമൂഹ്യശാസ്ത്രത്തിന് അതിൻ്റെ തുടക്കത്തിൽ നൽകിയ സംഭാവനകൾ വിശദീകരിക്കാനാണ്. സാമൂഹ്യശാസ്ത്രജ്ഞന്മാർ കൊടുത്ത സംഭാവനകളെ വിശദീകരിക്കാനാണ്. അതിൻ്റെ ആൻസർ നമ്മൾ കൊടുക്കുമ്പോൾ ബോംബെ ലക്നൗ ചിന്താധാരകൾ സോഷ്യോളജി അധ്യാപനവും ഗവേഷണവും ആരംഭിക്കാൻ ഒരു വകുപ്പ് തന്നെ തുടങ്ങിയിട്ടുണ്ട്. അവരുടെ അക്കാദമിക പ്രക്രിയയിൽ ഉൾപ്പെടുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 1. ഇന്ത്യയിലെ സാമൂഹ്യശാസ്ത്രത്തിൻ്റെയും സാമൂഹ്യ നരവംശാസ്ത്രത്തിൻ്റെയും രൂപീകരണ കാലഘട്ടത്തിൽ ഈ വകുപ്പുകൾ പണ്ഡിതർക്ക് വഴികാട്ടിയാവുകയും ആതിഥേയത്വം വഹിക്കുകയും ചെയ്തിട്ടുണ്ട്. വിഷയത്തിലുള്ള അവരുടെ അതുല്യമായ സംഭാവനകൾ ഈ വകുപ്പിനെ ഇന്ത്യയിലും ലോകമെമ്പാടും ഇന്ത്യയിൽ മാത്രമല്ല എല്ലായിടത്തും പ്രസക്തമാക്കി. പിന്നെ മറ്റൊരു പോയിൻ്റാണ്, ഈ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നിന്ന് പരിശീലനം നേടിയ പണ്ഡിതന്മാർ രാജ്യത്തുടനീളമുള്ള വിവിധ സോഷ്യോളജി ഡിപ്പാർട്ട്മെൻറ്റുകളിൽ ചേരുകയോ അല്ലെങ്കിൽ പുതിയ ഡിപ്പാർട്ട്മെൻറ്റുകൾ ആരംഭിക്കുകയോ ചെയ്തിട്ടുണ്ട്. മൂന്നാമത്തെ പോയിൻ്റാണ്, ഈ ചിന്താധാരകളുടെ സ്ഥാപക പിതാക്കന്മാരുടെ കൃതികളിൽ നിന്ന് അവരുടെ അക്കാദമിക് പാരമ്പര്യങ്ങളിൽ നിന്നും വ്യത്യസ്ത പണ്ഡിതന്മാർ പ്രചോദനം ഉൾക്കൊണ്ടിട്ടുണ്ട്. ഇത്രയാണ് അതിൻ്റെ ആൻസറായിട്ട് കൊടുക്കേണ്ടത്. രണ്ടാമത്തെ ക്വസ്റ്റ്യനാണ് 4 മാർക്കിന്. ബ്രിങ് ഔട്ട് ദ ഇന്ത്യൻ ഇൻ്റലക്ച്വൽ ഹിസ്റ്ററി ഇൻ ദ ഫോർമേഷൻ ഓഫ് സോഷ്യോളജിക്കൽ സ്കൂൾസ് ഓഫ് തോട്ട്. സാമൂഹ്യശാസ്ത്ര ചിന്താധാരകളുടെ രൂപീകരണത്തിൽ ഇന്ത്യൻ ഔപചാരിക അല്ലെങ്കിൽ ഇന്ത്യൻ ബുദ്ധിപരമായ ചരിത്രത്തിൻ്റെ പ്രസക്തി എന്താണെന്നാണ് കേട്ടോ. ആൻസർ, സ്വാതന്ത്ര്യാനന്തരം സോഷ്യോളജി തനതായൊരു അസ്തിത്വത്തിൽ, അതായത് ഒരു സ്വന്തം വിഷയമായിട്ട് വികാസം പ്രാപിക്കാൻ തുടങ്ങി. സ്വാതന്ത്ര്യാനന്തരം സോഷ്യോളജി പഠനം അനിവാര്യമാണ്, അല്ലെങ്കിൽ അത് കൂടിയേ തീരൂ എന്ന് നാം ഇന്ത്യക്കാർ തന്നെ മനസ്സിലാക്കുകയും അതുകൊണ്ട് ഇന്ത്യൻ യൂണിവേഴ്സിറ്റികളെ തന്നെ അതിനാശ്രയിക്കാമെന്ന് നമ്മളെ ചിന്തകന്മാർ തീരുമാനിക്കുകയും ചെയ്തു. MN ശ്രീനിവാസ് പറയുന്നത് ഇതിന് പ്രധാനമായിട്ടും കാരണമായത് വികസന ആസൂത്രണ പദ്ധതിയാണ് എന്നാണ്. 18-19 നൂറ്റാണ്ടുകളിൽ ഇന്ത്യയിലെ സാംസ്കാരിക രാഷ്ട്രീയ നവോത്ഥാനത്തിൻ്റെ പ്രധാന കേന്ദ്രങ്ങളായിരുന്നു ബോംബെയും ലക്നൗവും ആയിട്ടുള്ള കേന്ദ്രങ്ങൾ. സർവകലാശാലകളും സ്ഥാപിക്കുന്നതിന് അനുയോജ്യമായ പശ്ചാത്തലങ്ങൾ ആ 2 നഗരങ്ങളിലും ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ സാമൂഹ്യശാസ്ത്രത്തിൻ്റെയും ഗവേഷണത്തിൻ്റെയും പ്രധാന കേന്ദ്രങ്ങൾ കൂടിയായിരുന്നു ഈ 2 നഗരങ്ങളും. ഭരണപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി ബ്രിട്ടീഷുകാരും ഇന്ത്യൻ സമൂഹത്തിൻ്റെ ഡാറ്റ ശേഖരിച്ചിരുന്നു. അവർ പിന്നാക്ക ജാതിക്കാരുടെയും പിന്നോക്ക വർഗങ്ങളുടെയും ഡാറ്റയാണ് കൂടുതലും ശേഖരിച്ചിട്ടുള്ളത്. തുടക്കത്തിൽ ഇന്ത്യൻ യൂണിവേഴ്സിറ്റികൾ തന്നെ സോഷ്യോളജിയും ആന്ത്രോപോളജിയുടെയും പഠനങ്ങൾ തുടങ്ങുന്നതിന് നാം സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. തുടക്കത്തിൽ പറയുമ്പോൾ സ്വാതന്ത്ര്യം കിട്ടിയ ഉടനെ തന്നെ ഇന്ത്യയിലെ സോഷ്യോളജി എന്ന വിഷയത്തിന് അനേകം ബൗദ്ധിക പാരമ്പര്യങ്ങളുണ്ടായിരുന്നു. അവയിൽ ചിലതാണ് ബോംബെ ചിന്താധാര, ലക്നൗ ചിന്താധാര, മൈസൂർ ചിന്താധാര മുതലായവ. സ്ഥാപനത്തിൻ്റെ വികസനത്തിൻ്റെ സാമൂഹിക സാംസ്കാരിക പശ്ചാത്തലം, ഗവേഷണത്തിൻ്റെ രാഷ്ട്രീയ സാമ്പത്തിക പശ്ചാത്തലം, ദേശീയ അന്തർദേശീയ സഹകരണങ്ങൾ മുതലായവ ഇന്ത്യൻ സാമൂഹ്യശാസ്ത്രത്തിൽ അത്തരമൊരു പാരമ്പര്യത്തിൻ്റെ വികാസത്തിന് കാരണമായ ചില പ്രധാന ഘടകങ്ങളാണ്. കാഴ്ചപ്പാടുകൾ, സിദ്ധാന്തങ്ങൾ, രീതിശാസ്ത്രങ്ങൾ എന്നിവയുടെ ബൗദ്ധത്തോടു കൂടിയ വിഷയത്തിൻ്റെ വികാസത്തിന് അവർ സംഭാവന നൽകുകയും ചെയ്തിട്ടുണ്ട്. ബോംബെ ലക്നൗ ചിന്താധാരകൾ സോഷ്യോളജി അധ്യാപനവും ഗവേഷണവും ആരംഭിക്കാൻ ഒരു വകുപ്പ് തന്നെ തുടങ്ങിയിട്ടുണ്ട്. അവ ഇന്ത്യയിലെ സാമൂഹ്യശാസ്ത്രങ്ങളുടെ വഴികാട്ടിയായ സ്ഥാപനങ്ങളായിട്ട് മാറുകയും ചെയ്തു. ഇത്ര ഇതിന്ന് 4 മാർക്ക്, ചെറിയൊരു യൂണിറ്റാണ് അത്. രണ്ടാമത്തത് ഇനി അതിൽ നിന്ന് വരാവുന്ന essay ക്വസ്റ്റ്യൻസ് പറയാം. എക്സ്പ്ലെയിൻ ദ റോൾ ഓഫ് ബോംബെ ആൻഡ് ലക്നൗ ആസ് കൾച്ചറൽ സെൻറ്റേഴ്സ് ഡ്യൂറിങ് ദ 19th and 20th സെഞ്ച്വറീസ്. 19ഉം 20ഉം നൂറ്റാണ്ടുകളിൽ ബോംബെ ലക്നൗ സാംസ്കാരിക കേന്ദ്രങ്ങളുടെ പങ്ക് വിശദീകരിക്കുക എന്നാണ് ആൻസർ. സോഷ്യോളജിയുടെ ബോംബെ ചിന്താധാരയെക്കുറിച്ച് ആദ്യം പറയാം.
1919 കൊളോണിയൽ ഗവൺമെൻറ് ബോംബെ യൂണിവേഴ്സിറ്റിയിൽ ഒരു പുതിയ സോഷ്യോളജി ഡിപ്പാർട്ട്മെൻറ്റ് സ്ഥാപിച്ചതോടു കൂടിയിട്ടാണ് ബോംബെ യൂണിവേഴ്സിറ്റിയിൽ ഈ സോഷ്യോളജി പഠനം അല്ലെങ്കിൽ സോഷ്യോളജി ഡിപ്പാർട്ട്മെൻറ്റ് സ്ഥാപിതമായത്. ഇന്ത്യൻ സോഷ്യോളജിയുടെ സ്ഥാപനപരമായ വികാസം അതോടുകൂടി ആരംഭിച്ചു. 1919 പാട്രിക് ഗഡ്ഡസിൻ്റെ നേതൃത്വത്തിൽ ബോംബെ യൂണിവേഴ്സിറ്റി സോഷ്യോളജിയും സിവിക്സും ആരംഭിച്ചു. ഇന്ത്യയിൽ സോഷ്യോളജി സ്ഥാപനവൽക്കരിക്കപ്പെട്ടതിൻ്റെ ഒരു നാഴികക്കല്ലായിരുന്നു ബോംബെ ചിന്താധാരയുടെ സ്ഥാപനം. സോഷ്യോളജി പഠനത്തിനും ഗവേഷണത്തിനുമുള്ള ഇന്ത്യയിലെ ഏറ്റവും പുരാതനമായ ഡിപ്പാർട്ട്മെൻറ്റ് ആയിരുന്നു ബോംബെ ചിന്താധാര അല്ലെങ്കിൽ ബോംബെ യൂണിവേഴ്സിറ്റി. 1951 ഇന്ത്യയിൽ സോഷ്യോളജിക്കൽ സൊസൈറ്റി സ്ഥാപിച്ചുകൊണ്ടും 1952 സോഷ്യോളജിക്കൽ ബുള്ളറ്റിൻ പ്രസിദ്ധീകരിച്ചുകൊണ്ടും വാർഷിക സോഷ്യോളജിക്കൽ കോൺഫറൻസ് സംഘടിപ്പിച്ചുകൊണ്ടും ഈ ഡിപ്പാർട്ട്മെൻറ്റ് ഇന്ത്യൻ സോഷ്യോളജി ഡിപ്പാർട്ട്മെൻറ്റിനെ പ്രൊഫഷണലൈസ് ചെയ്യുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചു അല്ലെങ്കിൽ സ്ഥാപനവൽക്കരിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചു. 1919 മുതൽ 1924 വരെ ഡിപ്പാർട്ട്മെൻറ്റ് തലവനായിട്ട് സേവനമനുഷ്ഠിച്ച പാട്രിക് ഗഡ്ഡസ് ആയിരുന്നു സിവിക്സിൻ്റെയും സോഷ്യോളജിയുടെയും ആദ്യത്തെ പ്രൊഫസർ. മനുഷ്യനെയും അവൻ്റെ പ്രകൃതി പരിസ്ഥിതിയെയും കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് സാമ്യശാസ്ത്രം, ജീവശാസ്ത്രം, ഭൂമിശാസ്ത്രം, നഗരാസൂത്രണം എന്നിങ്ങനെ വ്യത്യസ്ത വിഷയങ്ങൾ അദ്ദേഹം അതിൽ ഉൾപ്പെടുത്തി. ഇദ്ദേഹത്തിൻ്റെ വിദ്യാർത്ഥിയായിരുന്ന GS ഖുറേ ബോംബെ സ്കൂളിലെ മറ്റൊരു പ്രധാന സോഷ്യോളജിസ്റ്റായിരുന്നു. 1924 ഗഡ്ഡസ് ഡിപ്പാർട്ട്മെൻറ്റ് നേതൃത്വം ആരെ ഏൽപ്പിച്ചു? ഖുറേയെ ഏൽപ്പിച്ചു. അദ്ദേഹം 1959 വിരമിക്കുന്നത് വരെ ആ സ്ഥാനത്ത് തുടരുകയും ചെയ്തു. 35 വർഷത്തെ ഖുറേയുടെ സേവനത്തിൻ്റെ അല്ലെങ്കിൽ ഔദ്യോഗിക ജീവിതത്തിനിടയിൽ ഇന്ത്യയിലെ ജാതി വ്യവസ്ഥ, ഗോത്രങ്ങൾ, ബന്ധുത്വം, നഗരങ്ങൾ, മതം, സംസ്കാരം എന്നിവയെക്കുറിച്ചുള്ള അനേകം ഗ്രന്ഥങ്ങൾ അതുപോലെ മോണോഗ്രാഫുകളും എഴുതി പ്രസിദ്ധീകരിച്ചു. ഖുറേ എഴുതി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. കൂടാതെ സോഷ്യോളജിയുടെയും വ്യത്യസ്ത ഫീൽഡുകളിൽ പഠനം നടത്തുന്ന വിദ്യാർത്ഥികൾക്ക് ഇദ്ദേഹം ഒരു വഴികാട്ടിയാവുകയും ചെയ്തിട്ടുണ്ട്. ഇൻഡോളജിയിലുള്ള ഖുറേയുടെ പരിശീലനവും സംസ്കൃത ഗ്രന്ഥങ്ങളിലുള്ള അദ്ദേഹത്തിൻ്റെ ആഴത്തിലുള്ള പാണ്ഡിത്യവും സോഷ്യോളജിയിലെ വ്യതിരിക്തമായ ഉൽപ്പാദനാത്മകവുമായ തൊഴിൽ വികസിപ്പിച്ചെടുക്കുന്നതിന് അദ്ദേഹത്തെ സഹായിച്ചു. ഖുറേയുടെ വിദ്യാർത്ഥിയായിരുന്ന AR ദേശായി ആയിരുന്നു ബോംബെ ചിന്താധാരയിലെ മറ്റൊരു വ്യക്തിത്വം. അപ്പോൾ നോക്കി നിങ്ങളിതൊരു പാരമ്പര്യമായിട്ട് അങ്ങനെ പോവുകയാണ്. ദേശായി ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനങ്ങളെയും ദേശീയതയുടെ ഉയർച്ചയെയും കുറിച്ച് മനസ്സിലാക്കാൻ ചരിത്രത്തിൻ്റെ വൈരുദ്ധ്യാത്മക വാദം, അതായത് കാൾ മാർക്സിൻ്റെ വാദം സ്വീകരിച്ചു അല്ലെങ്കിൽ അത് ഉൾപ്പെടുത്തി. ഈ മാർക്സിസ്റ്റ് സമീപനം ഖുറേയുടെ ഇൻഡോളജിക്കൽ ആശയങ്ങളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിരുന്നു. കൂടാതെ ദേശായി 1960കളിലും 1970കളിലും ഉണ്ടായ വിവിധതരം പ്രസ്ഥാനങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുകയും അനേകം സംഭാവനകൾ നൽകുകയും ചെയ്തിട്ടുണ്ട്. KM കപാഡിയ, ജോൺ വിൻസെൻ്റ് ഫെരേര എന്നിവർ ബോംബെ ചിന്താധാരയിലെ മറ്റ് 2 പ്രധാന സോഷ്യോളജിസ്റ്റുകളായിരുന്നു. ഇവർ രണ്ടുപേരും ഇന്ത്യൻ സോഷ്യോളജിയുടെ വികാസത്തിന് മികച്ച സംഭാവന നൽകിയിട്ടുള്ള ആളുകളാണ്. 1959 മുതൽ 1967 വരെ കപാഡിയ സോഷ്യോളജി വിഭാഗത്തിൻ്റെ തലവനായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇന്ത്യൻ സമൂഹങ്ങളെ കുറിച്ച് മനസ്സിലാക്കുന്നതിന് ബുക്ക് വ്യൂ, അതായത് പുസ്തകങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഫീൽഡ് വ്യൂവും ഇദ്ദേഹം സമന്വയിപ്പിച്ചു. അതുപോലെ തന്നെ ഫെരേര ആന്ത്രോപോളജിയെ തിയറ്ററിക്കലായും ഫിലോസഫിക്കലായും പഠിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. അതിൻ്റെ പാഠങ്ങൾക്കും ഗവേഷണങ്ങൾക്കും ബോംബെ സ്കൂളിൽ ആധിപത്യം ഉണ്ടാക്കിയെടുക്കാനും അദ്ദേഹം ശ്രമിച്ചു. അതിൽ അദ്ദേഹം വിജയിക്കുകയും ചെയ്തു. ധീരേന്ദ്ര നാരായൺ, മനോരമ സേവർ എന്നിവരും സോഷ്യോളജി പഠനത്തിന് മികച്ച സംഭാവന നൽകിയ ആളുകളാണ്. ഈ പണ്ഡിതന്മാരെല്ലാം ബോംബെ ചിന്താധാരയ്ക്ക് കീഴിൽ സോഷ്യോളജി പഠനത്തിനും ഗവേഷണത്തിനും മികച്ച സംഭാവന നൽകിയിട്ടുണ്ട്. ക്ലാസിക്കൽ ഗ്രന്ഥങ്ങളെ അടിസ്ഥാനമാക്കി പഠനം തുടങ്ങിയ ഈ ചിന്താധാരയിൽ പിന്നീട് ഫീൽഡ് വർക്കിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി അതും ഉപയോഗപ്പെടുത്താൻ തുടങ്ങി. ചരിത്രപരവും സോഷ്യോളജിക്കലും ഇൻഡോളജിക്കലുമായിട്ടുള്ള വീക്ഷണങ്ങൾ പഠനത്തിന് ഉപയോഗിച്ച ഒരു വിഭാഗമാണ് ബോംബെ ചിന്താധാര. കൊളോണിയൽ എത്നോഗ്രാഫിയെ വിമർശിച്ച ഈ ചിന്താധാര ഇന്ത്യയുടെ ബൗദ്ധിക അല്ലെങ്കിൽ ബുദ്ധിപരമായ പാരമ്പര്യത്തെ വികസിപ്പിക്കുന്നതിന് തുടക്കമിട്ടു. ഇനി ലക്നൗ സ്കൂൾ ഓഫ് സോഷ്യോളജിയാണ്. സോഷ്യോളജിയുടെ ലക്നൗ ചിന്താധാര. 20ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ സോഷ്യോളജിയും സോഷ്യൽ ആന്ത്രോപോളജിയെയും വികസനത്തിൽ ലക്നൗ ഒരു പ്രധാന പങ്ക് വഹിച്ചു. 1921 ലക്നൗ യൂണിവേഴ്സിറ്റി സോഷ്യോളജി, ഇക്കണോമിക്സ് എന്നീ വിഷയങ്ങൾ പഠിപ്പിക്കാൻ തുടങ്ങി. ഈ സംയുക്ത ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ തലവൻ രാധാ കമൽ മുഖർജി ആയിരുന്നു. ഇദ്ദേഹത്തിന് പുറമെ ദുർജതി പ്രസാദ് മുഖർജി, ധീരേന്ദ്രനാഥ മജുംദാർ, അതുപോലെ അവാർഡ് കിഷോർ ശരൺ എന്നിവരും ലക്നൗ സോഷ്യോളജി ചിന്താധാരയിലെ പ്രമുഖരായിട്ടുള്ള വ്യക്തിത്വങ്ങളായിരുന്നു. ഇവരെല്ലാം
സോഷ്യോളജിക്കും സോഷ്യൽ ആന്ത്രോപോളജിക്കും നൽകിയ സംഭാവനകളുടെ സ്വാധീനത്തിൽ ലക്നൗ സോഷ്യോളജിയുടെയും സോഷ്യൽ ആന്ത്രോപോളജിയുടെയും പഠനത്തിൻ്റെയും ഗവേഷണത്തിൻ്റെയും ഒരു സ്വാധീന കേന്ദ്രമായിട്ട് മാറി. കൊളോണിയൽ ഭരണത്തിനെതിരെയുള്ള ദേശീയതയുടെ ഉയർച്ചയിൽ നിന്നും സ്വാതന്ത്ര്യ പ്രസ്ഥാനങ്ങളിൽ നിന്നും ഈ ചിന്താധാര ഉയർച്ച കൊണ്ടു. ലക്നൗ യൂണിവേഴ്സിറ്റിയിൽ സോഷ്യോളജി പഠനത്തിന് അടിത്തറയിട്ടത് രാധാ കമൽ മുഖർജിയാണ്. അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക തുടക്കം തന്നെ ഒരു സാമ്പത്തിക വിദഗ്ധനായിട്ടാണ്. പിന്നീട് അദ്ദേഹം ഇതോടൊപ്പം സോഷ്യോളജിയും ചേർത്ത് ഒരു സങ്കര കാഴ്ചപ്പാട്, അതായത് രണ്ടും കൂടി ചേർന്ന ഒരു കാഴ്ചപ്പാട് വികസിപ്പിച്ചെടുത്തു. പാശ്ചാത്യ നാഗരികതയെ വെല്ലുവിളിച്ചുകൊണ്ട് അദ്ദേഹം തദ്ദേശീയമായ സോഷ്യോളജി പഠനത്തിൻ്റെ വികാസത്തിന് ഗണ്യമായ സംഭാവനകൾ നൽകി. അദ്ദേഹം അതിന് ഇന്ത്യൻ പാരമ്പര്യത്തെയാണ് ആശ്രയിച്ചത്. കിഴക്കൻ സ്ഥാപനങ്ങളെ പാശ്ചാത്യവൽക്കരിക്കുന്നതിനെ അദ്ദേഹം വിമർശിച്ചു. വ്യക്തികളുടെ സാമൂഹികവുമായ മൂല്യങ്ങളുടെയും അദൃശ്യമായ ഐക്യത്തിൻ്റെയും രൂപീകരണത്തിനും മനുഷ്യ സ്ഥാപനങ്ങളുടെ പ്രാധാന്യം അദ്ദേഹം എടുത്തു കാണിച്ചു. ദുർജതി പ്രസാദ് മുഖർജി 1922 എക്കണോമിക്സിനും സോഷ്യോളജിയുടെയും ഒരു ലെക്ചറായിരുന്നു. ലക്നൗ യൂണിവേഴ്സിറ്റിയിൽ അദ്ദേഹം അങ്ങനെ ഒരു ഫീൽഡ്, അതായത് 2 വിഷയങ്ങൾ ഒരേ സമയം പഠിപ്പിച്ചുകൊണ്ടാണ് ലക്നൗ യൂണിവേഴ്സിറ്റിയിൽ വന്നത്. 1954 പ്രൊഫസറും ഡിപ്പാർട്ട്മെൻറ്റ് തലവനുമായിരിക്കെ അദ്ദേഹം വിരമിച്ചു. അദ്ദേഹത്തിൻ്റെ 32 വർഷത്തെ സേവന കാലത്ത് അദ്ദേഹം സോഷ്യോളജിയുടെ വികാസത്തിന് ഗണ്യമായ സംഭാവനകൾ നൽകിയിട്ടുണ്ട്. ഒരു തലമുറ സോഷ്യോളജിയുടെ അതായത് ഒരു തലമുറയിൽപ്പെട്ട വിദ്യാർത്ഥികളെ സോഷ്യോളജിയിൽ പരിശീലിപ്പിക്കുന്നതിനും അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. ഇന്ത്യൻ സമൂഹത്തെ മനസ്സിലാക്കാൻ അദ്ദേഹം മാർക്സിയൻ രീതിശാസ്ത്രമാണ് ഉപയോഗിച്ചത്. അദ്ദേഹം സാമൂഹ്യ സംസ്കാരത്തിൻ്റെ മേഖലയിലെ ഒരു പ്രമുഖനായിരുന്നു. ഇന്ത്യൻ തദ്ദേശീയമായ ഒരു സോഷ്യോളജി വികസിപ്പിച്ചെടുക്കാനാണ് അദ്ദേഹം ആഗ്രഹിച്ച് അതിന് അദ്ദേഹത്തിന് ഏറെക്കുറെ സാധിക്കുകയും ചെയ്തു. ഇന്ത്യൻ സോഷ്യോളജിയുടെയും സോഷ്യൽ ആന്ത്രോപോളജിയുടെയും വികാസത്തിന് ഗണ്യമായ സംഭാവന നൽകിയ ലക്നൗ ചിന്താധാരയിലെ മറ്റൊരു പ്രമുഖ വ്യക്തിത്വമായിരുന്നു ധീരേന്ദ്ര മജുംദാർ. കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള പ്രശസ്തനായ ഒരു ആന്ത്രോപോളജിസ്റ്റ് ആയിരുന്നു അദ്ദേഹം. ലക്നൗ യൂണിവേഴ്സിറ്റിയിൽ ആന്ത്രോപോളജിയെ സ്വതന്ത്ര വിഷയമാക്കിയപ്പോൾ അതിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് തലവനായിട്ട് അദ്ദേഹത്തെ നിയമിച്ചു. അദ്ദേഹത്തിൻ്റെ പ്രവർത്തന ഫലമായിട്ട് ആന്ത്രോപോളജിയിൽ കൂടെ അദ്ദേഹം എന്തും ചെയ്തിട്ടുണ്ട്, അദ്ദേഹം സോഷ്യോളജിയെ കൂടി പഠിപ്പിക്കുകയും ഇവരുടെ എല്ലാം പിന്തുണയോട് കൂടിയിട്ട് ലക്നൗവും ബോംബെ ചിന്താധാരയെ പോലെ തന്നെ സോഷ്യോളജി പഠനത്തിൻ്റെ ഒരു പ്രമുഖ കേന്ദ്രമായിട്ട് വളർന്നു വന്നു. ഇത്രയാണ് അതിൽ വരുന്നത്. 2 ചിന്താധാരകൾ. അത് ഓരോന്നൊറ്റയ്ക്കും ചിലപ്പോൾ എസ്സേ ആയിട്ട് ചോദിക്കും. അത് രണ്ടും ഒരുമിച്ചും ഇങ്ങനെ ചോദിക്കാൻ സാധ്യതയുണ്ട്. അതാണ് രണ്ടും പറയാനുള്ള കാരണം. ഒന്നിച്ചൊരു എസ്സേ ആയിട്ട് ചോദിക്കുകയാണെങ്കിലും അത്യാവശ്യം എഴുതാനുണ്ട്, ഓരോന്നായിട്ട് ചോദിക്കുകയാണെങ്കിൽ അങ്ങനെ എഴുതാം. പിന്നെ നിങ്ങളിതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എല്ലാ വർഷവും നമുക്ക് പഠിച്ചു വെച്ചിട്ട് കൃത്യമായിട്ട് എഴുതാൻ കഴിയില്ല. കാരണം വർഷം തെറ്റിക്കഴിഞ്ഞാൽ, നിങ്ങൾ എഴുതുന്ന വർഷം തെറ്റിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ആൻസർ കംപ്ലീറ്റ് തെറ്റാണ്. ആ വർഷത്തിൽ അതൊന്നും സംഭവിച്ചിട്ടുണ്ടാവില്ലല്ലോ. അപ്പോൾ നിങ്ങൾ അറിയില്ലെങ്കിൽ പിന്നെ വർഷം എഴുതണ്ട. ഇങ്ങനെ ആളുകളായിരുന്നു, ഇത്ര കാലം അധികാരത്തിൽ വന്നു, ഇത്ര കാലം ഡിപ്പാർട്ട്മെൻറ്റിലുണ്ടായി, ഇങ്ങനെ സേവനം അനുഷ്ഠിച്ചു. അപ്പോൾ വർഷവും കൃത്യമായിട്ട് കിട്ടുന്നില്ല. അപ്പോൾ അതായത് ഇത്ര വർഷം സേവനം ചെയ്തു എന്ന് കിട്ടുന്നില്ലെങ്കിൽ അതങ്ങോട്ട് മാറ്റി നിർത്തിയിട്ട് ഇവരുടെ കാലഘട്ടത്തിൽ ഇങ്ങനെ സംഭവങ്ങളുണ്ടായി എന്നുള്ളത് മാത്രം വിശദീകരിച്ചാൽ മതി. വർഷം എഴുതി തെറ്റും എന്നാണെങ്കിൽ ഒരിക്കലും അത് എഴുതാൻ നിൽക്കരുത്, ഏത് സബ്ജക്റ്റിലും. അതെ കേട്ടോ. ഓക്കെ, താങ്ക്സ്.